ഹായ്, ഇന്നിപ്പോൾ ഞാനൊരു വൈകുന്നേരത്തെ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഉണ്ണികളുടെയും രണ്ടാളുടെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ എന്നിട്ടത് ഞാൻ തൊഴുത് പിന്നെ എൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട് വൈകുന്നേരത്തെ. അപ്പോൾ അതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഇടാം എന്ന് വിചാരിച്ചു. എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത്. ഇനി കിച്ചണിൽ പോയിട്ട് ചപ്പാത്തിയും സാധാരണ പൊട്ടാറ്റോ ബാജി കറി അതൊന്ന് വൈകുന്നേരം എനിക്കും കുഞ്ഞിനും മാത്രമേ ചപ്പാത്തി വേണ്ടൂ. പാറൂസ് ദോശ എന്നിട്ട് കഴിക്കുക. ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവൾക്ക് ദോശ, ഗോതമ്പ് ദോശ, അരി ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അവൾക്ക് ചപ്പാത്തി കഴിക്കാൻ അത്ര ഇഷ്ടമല്ല, കടിച്ചാൽ മുറിയില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവളുടെ സ്കൂളിലൊക്കെ അവൾ ചപ്പാത്തി കഴിക്കട്ടോ, വീട്ടിൽ മാത്രം അവൾക്ക് ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര മടി. റിമോട്ടിൻ്റെ വല്ലതും പറ്റിയ വെക്കേഷൻ ആയ കാരണം രണ്ടാൾക്കും ഭയങ്കര വിശപ്പാട്ടോ. എപ്പോഴും ഭയങ്കര വിശപ്പ്. എപ്പോഴും അവർക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ആക്ഷൻ കാട്ടിയത് റിമോട്ട് വയലിങ്ങനെ കുത്തി കയറ്റാൻ നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ചീത്തയൊക്കെ കേട്ടിട്ടോ ഞാൻ. വളരെ കുറച്ച് പൊടി മാത്രമായിട്ട് ഇപ്പോൾ കുഴക്കണുള്ളൂ. എനിക്ക് 3 എണ്ണം, അവന് കുഞ്ഞിനും 3 എണ്ണം, അങ്ങനെ 6 ചപ്പാത്തി ഉണ്ടാക്കണുള്ളൂ. ബാക്കി മാവ് ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ ഞാൻ അതെടുത്ത് 1-2 എണ്ണത്തിന് ഉണ്ടാവുള്ളൂ. അത് ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കും. നമ്മുടെ വീട്ടിൽ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് ആദ്യം ഇവിടെ വെച്ചിരുന്നു. അതിൽ മീൻ ഒരെണ്ണം ചത്തുപോയി. ചിക്കു എന്നായിരുന്നു കേട്ടോ പേര്. ഞങ്ങൾക്ക് ചത്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരെണ്ണത്തിനും കൂടെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരാണ് ഉണ്ണിക്കുട്ടൻ കേട്ടോ. പാറൂസാണ് കേട്ടോ പേരിട്ടത് ഉണ്ണിക്കുട്ടന്. ഭയങ്കര മടിയാണ് കേട്ടോ അവനെ നീന്താനായിട്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ചിക്കു നല്ല മിടുക്കനായിരുന്നു, നല്ല രസത്തിൽ നീന്തായിരുന്നു. ഇവനെന്താണോ ഭയങ്കര മടിയാണ്. പൊട്ടറ്റോ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊട്ടറ്റോയും പിന്നെ ക്യാരറ്റും ഒക്കെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കും, അതിൻ്റെ വിഷമൊക്കെ ഒന്ന് പോകാനായിട്ട്. അതുമാത്രമല്ല കേട്ടോ, എല്ലാ പച്ചക്കറികളും മഞ്ഞൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരമൊക്കെ മുക്കി വെച്ചിട്ട് മാത്രമേ കറി വയ്ക്കാറുള്ളൂ. ദോശമാവ് 2 എണ്ണത്തിനുള്ള മാവ് പാറുവിന് ഉണ്ടാക്കാനായിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഇളക്കി വെച്ചിട്ട് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ദോശ ഉണ്ടാക്കണം. കറി ഉണ്ടാക്കുന്ന സവോള കഴിഞ്ഞ കാര്യം ഞാൻ ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടെ എന്ത് കഴിഞ്ഞാലും ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് എടുക്കുക, അവിടെ എന്ത് കഴിഞ്ഞാലും അമ്മ ഇവിടെയും വന്ന് എടുക്കാറുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോട്ടെ.
ഞാനൊരു സബോള എടുത്തേ പോവും സവോള അവിടെ സബോള ഉണ്ടായിരുന്നില്ല കേട്ടോ, അമ്മയുടെ അവിടത്തെയും കഴിഞ്ഞു. പിന്നെ എൻ്റെ ഫ്രിഡ്ജിലൊന്നും ഉണ്ടോ എന്ന് നോക്കട്ടെ, തപ്പി നോക്കട്ടെ, ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് തപ്പാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മീൻ കണ്ട, ഈ യെല്ലോ കളറ് ബാക്ക് അതിൻ്റെ വാല് വൈറ്റ് കളറ്, അത് നല്ല ഭംഗിയായിട്ട് അതിനെ കാണാൻ. അത് പ്രസവിക്കാറായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും അത് പ്രസവിച്ചോ എന്നൊക്കെ. പിന്നെ സബോള കിട്ടി, തപ്പിപ്പോൾ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടാ. അപ്പോൾ അത് വെച്ച് കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെയിട്ട് വേവിക്കില്ല. ഉരുളൻകിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ കുറച്ച് നേരം ഇങ്ങനെ തിരുമ്പി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം തിരുമ്പി വയ്ക്കും. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിപ്പിക്കും. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഈ കടുകും വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഉഴുന്നും പരിപ്പ് പൊട്ടുകടല അതൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെയാണ് സബോള ഏറ്റവും ലാസ്റ്റ് വറുത്തിടുക കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നാളികേരം പാൽ ഒഴിക്കാറില്ല. മറ്റേ നൂലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നാളികേരം പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. ആകെ 2 ഉരുളൻകിഴങ്ങാട്ടോ എടുത്തിട്ടുള്ളൂ. എനിക്കും കുഞ്ഞിനും മാത്രമേ കറി വേണ്ട. പാറൂസ് ചിലപ്പോൾ ദോശ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുള്ളൂ. ഞാൻ അപ്പുറത്തേക്ക് പോയപ്പോൾ കുഞ്ഞു ഒന്ന് ദോശ മറിച്ചിട്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അവൻ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇന്ന് എനിക്ക് ഉച്ചതിരിഞ്ഞ് അവനങ്ങോട്ട് ചായ വെച്ച് തന്നത് കട്ടൻ ചായ. ഞാൻ അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു, ഇന്നത് ചെയ്യണം, വെള്ളം ഇത്ര എടുക്കണം, പഞ്ചസാര ഇത്ര ഇടണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതേപോലെയൊക്കെ ചെയ്ത് എനിക്കും പാറൂസിനും കട്ടൻ ചായ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. എത്ര കൊച്ചു കുഞ്ഞെല്ലാം എന്നിട്ട് കട്ടൻ ചായയൊക്കെ വെച്ച് തരാറായി എന്നുള്ള സന്തോഷം എനിക്കുണ്ടായിരുന്നു. അവനതിൻ്റെ ഇടയ്ക്കും വന്ന് സ്നാക്കൊക്കെ അങ്ങനെ ഓരോന്ന് ചോദിക്കട്ടെ, ഞാൻ കൊടുത്തില്ല. പിന്നെ ഞാൻ എപ്പോൾ ഫോൺ ചെയ്ത് നിൽക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ ചെയ്ത് നിൽക്കണ കണ്ട അപ്പോൾ വരും കേട്ടോ. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അപ്പുറത്തെ ആൾക്ക് ഡിസ്റ്റർബൻസ് എത്രയോ ആവും, അത്രയോ ചിലപ്പോൾ എനിക്ക് ചേട്ടൻ്റെ ഒന്ന് ചെയ്തേക്കും. ചേട്ടന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവനിക്കാണ് അവൻ്റെ കാര്യങ്ങൾ. സാധനങ്ങൾ മേടിക്കാൻ വിളിച്ച് പറഞ്ഞതാട്ടെ. ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറികൾ അതിൻ്റെ തലേ ദിവസം വിളിച്ച് പറയും. പിന്നെ പയർ പരിപ്പ് അങ്ങനത്തെയൊക്കെ മുമ്പ് കുറച്ചൊക്കെ മേടിച്ച് വയ്ക്കും. പിന്നെ പച്ചക്കറികൾ തലേ ദിവസം ചേട്ടനോട് വിളിച്ച് പറയും. അപ്പോൾ ഇന്നത് മേടിച്ച് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞ അളവ് വിട്ട് വേറെ ഒന്നും വാങ്ങാറില്ല കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞു അത് ആൾ മേടിച്ച് കൊണ്ടുവരാറ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടയ്ക്ക് പറയാറുണ്ട് കുഞ്ഞുഞ്ഞിൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യം, LSS. ഈ ഫോട്ടോ അവന് LSS കിട്ടിയിട്ട് അവൻ്റെ ടീച്ചേഴ്സും HM ഒക്കെ വന്നിട്ട് നമുക്ക് ലഡും ഒക്കെ തന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അന്ന് LSS കിട്ടിയെന്ന്. അപ്പോൾ ആ കുഞ്ഞുഞ്ഞൊരു അതിന് ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്തിരുന്നു, കാറൊക്കെ. അപ്പോൾ പാറൂസിനൊന്നും മേടിച്ച് കൊടുക്കാത്ത കാരണം പാറൂസ് വിഷമമായിട്ട് ഞാനപ്പോൾ അവൾക്ക് ഒരു നൈറ്റ് ലാമ്പ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഓർഡർ ചെയ്തപ്പോഴാണ് ആൾക്ക് അത് കളിച്ച് അങ്ങനെ കയ്യിലെടുത്ത് കളിക്കാൻ പറ്റില്ലല്ലോ. ഇത് കുത്തി വെച്ചിട്ട് വേണം അത് ഓണാക്കാനായിട്ടാണ്. നല്ല ലൈറ്റ് തെളിയുള്ളൂ, അല്ലെങ്കിൽ 4 ബാറ്ററി ഇടണം. ബാറ്ററി ഇപ്പോൾ ഇടാനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുത്തി വെച്ചിട്ട് ഇങ്ങനെ കാട്ടി കൊടുത്തു കേട്ടോ. പക്ഷേ മേടിച്ചത് അബദ്ധമായി പോയി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കേട്ടോ. കാരണം ആൾക്കത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയി നടക്കണം. അപ്പോൾ അതിനൊക്കെ വാശി പിടിച്ച് നടക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത് ഓണാക്കി തരാൻ പറഞ്ഞിട്ട് വാശിയോട് വാശിയായിരുന്നു. ഞാനാണെങ്കിൽ രാത്രി നമുക്ക് ലൈറ്റൊക്കെ കെടുത്തിട്ട് ഇരുട്ടായിട്ട് ഇട്ടാൽ അത് ഭംഗി ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ പകൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ സമാധാനിപ്പിച്ച് ഇരുത്തേക്കായിരുന്നു. ഇനിയിപ്പോൾ അച്ഛൻ വന്നിട്ട് ഇടാമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. അച്ഛനെ കാത്തിരിക്കുന്നു കേട്ടോ. അച്ഛൻ്റെ വരാത്ത എന്ന് പറഞ്ഞ് വാശി പിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എൻ്റെ കൺട്രോൾ വിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അടിയൊക്കെ കിട്ടും. എന്നാലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ അവളെ അവിടെ പിടിച്ച് ഇരുത്തി.
അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണേ. പിന്നെ ക്ലീനിങ് അവിടെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ സ്ഥലത്ത് നിറയെ പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൈയോടെ തന്നെ വൃത്തിയാക്കിയിട്ട്, ഇനി അല്ലെങ്കിൽ അതിന് വേറെ സമയം ഞാൻ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ കറിയൊക്കെ ആക്കി, ചായയും ആക്കി, കറിയും ആക്കി. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മധുരം ഇടാണ്ടാണ് കേട്ടോ. പൂർണ്ണമായിട്ടും മധുരം ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ട് ചായ മാത്രമേ ഞാൻ അങ്ങനെ മധുരത്തിൽ കുടിക്കാറുള്ളൂ. അങ്ങനെ ചായയിൽ മധുരം ഇടാണ്ട് ഞാൻ ഇപ്പോൾ കുടിക്കണേ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കിച്ചൺ കൗണ്ടറുമ്പോൾ കൊണ്ടുവന്ന് വെക്കട്ടോ. പിന്നെ ടേബിളുമ്മേക്ക് എടുത്ത് വെക്കേണ്ട പണി കുഞ്ഞുഞ്ഞിൻ്റെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവ എപ്പോഴും വരും കേട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട്. ഇനി 5ാം ക്ലാസ്സിലേക്ക്, അത് കഴിഞ്ഞിട്ട് വേണം പ്ലേറ്റൊക്കെ ഇങ്ങനെ ക്ലാസ് തുടങ്ങിയിട്ട് വേണം അവൻ കഴിച്ച പ്ലേറ്റൊക്കെ കഴുകിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വൈകുന്നേരത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കൈയോടെ തന്നെ കഴുകി വയ്ക്കണം കേട്ടോ. ഇനി പിന്നെ കുറച്ച് ചട്ട ഇടാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സ്കൂൾ തുറക്കില്ലേ. അപ്പോൾ കൈയോടെ തന്നെ ഇത് വർക്ക് ഏരിയൊക്കെ ഇനിയിപ്പോൾ ഇവിടെ ഉപയോഗിക്കില്ല, നാളെ കാലത്തെ ഇനിയിപ്പോൾ ഇവിടേക്ക് ഉപയോഗിക്കുള്ളൂ. അത് കാരണം അപ്പോൾ തന്നെ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. എൻ്റെ വക മാത്രമല്ല കേട്ടോ, പാറൂസിൻ്റെ വകയും തുടക്കലുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വൈകുന്നേരം ഇപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം ഒഴിവാക്കി ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസും പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണ് കഴിക്കാറ്. ഇപ്പോൾ പപ്പായ ഉണ്ടായിരുന്നു, അപ്പം പപ്പായയും ചെത്തി വയ്ക്കാം. ജ്യൂസ് അടിക്കാനായിട്ട് ബീട്രൂട്ടിൻ്റെ തോല് കളഞ്ഞ് അതും ഞാൻ മഞ്ഞൾ വെള്ളത്തിലിടാറുണ്ട്, ബീട്രൂട്ടും ക്യാരറ്റും. അപ്പോൾ അത് മഞ്ഞൾ വെള്ളത്തിലിട്ട് പപ്പായൊക്കെ അരിഞ്ഞ് വെച്ചപ്പോൾ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഈ ചേട്ടൻ ഇപ്പോൾ ഈ കഴിക്കാൻ പോണ ആ പാത്രം അതൊക്കെ ഉള്ളൂ വൈകുന്നേരം ഇനി കഴുകാനായിട്ട്. ബാക്കി ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ചട്ടയിടാനായിട്ട് ഞാൻ ഇരുന്നു കേട്ടോ. കുഞ്ഞിന് 10 ബുക്കുണ്ട്, 6 നോട്ട്ബുക്കും, 6 വരയിട്ട ബുക്കും 1 വരയിടാത്ത ബുക്ക്, 2 വര, അതൊക്കെ ഉണ്ട് കേട്ടോ ചട്ടയിടാനായിട്ട്. പാറൂസിൻ്റെ ഞാൻ മുൻപേ ചട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് ഇവിടെ തിക്കും തിരക്കും ബഹളം കാണിക്കണം കേട്ടോ. അച്ഛനെ കൊണ്ടുപോയിട്ട് ആ ലൈറ്റൊക്കെ കാട്ടി കൊടുക്കാനായിട്ട്. പകല് ലൈറ്റ് വരണേക്കാളും മുന്നേ ആമസോൺ മാമൻ എന്താ വരാത്തതെന്ന് ഇരുന്നപ്പോൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛനായി കാത്തിരിപ്പ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടില്ലല്ലോ എന്ന്. വന്ന വഴിക്ക് അത് കുടിക്കും. അപ്പോൾ ഞാൻ വേഗം തന്നെ തണുത്ത വെള്ളവും പിന്നെ മിക്സിയുടെ ജാറും ഒക്കെ എടുത്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് നോക്കിയിട്ടാണ്. അല്ല പോണത് കളിയാക്കുന്നത്. എനിക്ക് നോട്ട് ബുക്ക് ചട്ടിട്ട് എനിക്ക് ഒട്ടിക്കണം. ഒട്ടിച്ചാൽ ആദ്യം ആക്ക്. ഇതവിടെ നിന്റെ കൊറേ ടെക്സ്റ്റ് ബുക്ക് താഴ്ത്തി. അപ്പൊ എങ്ങനെയാ ഇതാണ് കേട്ടോ പാറുവിൻ്റെ നെയിം സ്ലിപ്പ്. ഡോറയുടെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂണിൻ്റെ ആണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഇതന്നെയായിരുന്നു, ഇക്കൊല്ലം ഇതന്നെ നമ്മുടെ കടയിലുള്ളതാണ് കേട്ടോ. അവൻ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കണം കണ്ടിട്ട് അവൾക്ക് ഒട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ഒട്ടിക്കാൻ കേട്ടോ. കറക്റ്റായിട്ട് ഒട്ടിച്ച് അങ്ങനെ നമ്മൾ കിടക്കാനായിട്ട് നോക്കി. അപ്പോൾ ലൈറ്റ് അച്ഛനെ പിടിച്ച് കിടത്തി ലൈറ്റൊക്കെ അങ്ങനെ കാട്ടി കൊടുക്കണം കേട്ടോ. അവൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രി കിടക്കാനായിട്ട് അവൾ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫാക്കി വെച്ചു.
ഇത് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് കേട്ടോ 6 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും അതാ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇടയ്ക്ക് ഞങ്ങൾക്കുള്ള കള്ളത്തരാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 ആൾക്കുള്ള കള്ളത്തരാണ് ഈ ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കൽ. ഈ സമയത്ത് ഞങ്ങളുടെ ഡയറ്റൊക്കെ മറന്നു പോട്ടാ. അപ്പോൾ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷെയ്ക്ക്. ഓരോ തവണ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോഴും മുമ്പത്തേക്കാൾ സ്വാദ് കൂടി കൂടി വരികയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു.